നമസ്കാരം. ഞാൻ കമല ഗോപിദാസ്. നമസ്കാരം. ഞാൻ ഷീജ മുരളി. ഇതെൻ്റെ ഇളയമ്മയാണ്. ഓണത്തെ വരവേൽക്കാൻ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? താളമേളം ഹോക്കിൻസിൻ്റെ പായസ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം പവിഴമണി പരിപ്പ് പ്രഥമൻ. പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ: റവ വറുത്തത്, നെയ്യ്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഏലക്ക പൊടിച്ചത്, മാങ്ങ മിക്സിയിൽ അടിച്ചത്, മത്തൻ, കടലപ്പരിപ്പ്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ശർക്കര പാനീയം, വേണമെങ്കിൽ ചക്കര. ആദ്യം തന്നെ കടലപ്പരിപ്പ് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്ത പരിപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3-ാം പാൽ ഒഴിക്കാം. 3-ാം പാൽ ഒഴിച്ച് വേവിക്കാം. ഈ വറുത്ത് വെച്ച കടലപ്പരിപ്പിൽ വേവിക്കുമ്പോൾ മത്തനും കൂടി ഇടുക. നമുക്ക് ഈ പായസത്തിലേക്ക് വേണ്ട ഒരു ബോൾസ് ഉണ്ടാക്കാനുണ്ട്. ഈ റവയും മാങ്ങയും വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് മാങ്ങ ജ്യൂസാക്കിയത് ഒഴിക്കുക. നന്നായിട്ട് വഴറ്റുക. ഈ മാങ്ങ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ റവ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് ശർക്കരപ്പാനി ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് മാറ്റാം. ഈ പരിപ്പും മത്തനും നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. റവയും മാങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ പവിഴമണിയാണ് ഇത്. ഈ കുറുകിയ ഈ പായസത്തിലേക്ക് ഇടാം. ഇത് നന്നായി ഇളക്കുക. ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായും ചുക്കും പൊടിച്ച് വെച്ചത് 1 സ്പൂൺ ഇടാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഇതിൽ ആഡ് ചെയ്യാം. ഇതിലെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പിടുക. പിന്നെ മേലെ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിപൊളി പായസം റെഡി. ഇനി നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കുകയല്ലേ? നമുക്ക് നോക്കാം. ഇനി എല്ലാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് നോക്കാം. അടിപൊളി പായസം. മക്കളെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഓണാശംസകൾ.